സപ്ലൈകോയ്ക്ക് കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത സംരംഭകൻ ജപ്തി ഭീഷണിയിൽ. ഒടിഞ്ഞ കാലുമായി സമരമിരുന്ന ആലപ്പുഴ സ്വദേശി ഷിഹാബ്. CITU സമരത്തിൽ മരുന്ന് നിർമ്മാണ കമ്പനി ഹോംകോപ്പിയുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക്. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിനായി ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ അല്പസമയത്തിനകം തുടക്കം. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ കൂട്ടമരണത്തിൽ ദുരൂഹത. GST അഡീഷണൽ കമ്മീഷണറുടെയും സഹോദരിയുടെയും അമ്മയുടെയും മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കം. അമ്മയുടെ മൃതദേഹം വെള്ള പുതപ്പിച്ച് പൂക്കൾ വിതറിയ നിലയിൽ. സഹോദരി ശാലിനി ജാർഖണ്ഡ് PSC പരീക്ഷാ തട്ടിപ്പിൽ ആരോപണ വിധേയ. CBIക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത് അടുത്തയാഴ്ച. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുസ്ലിം സ്ത്രീകളുടെ ജീവിത പരിഷ്കരണത്തിനായി പടപൊരുതാൻ VP സുഹറ. പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരമിരിക്കും. പിന്തുടർച്ചാവകാശവും ലിംഗനീതിയും ഉറപ്പാക്കണമെന്ന ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ വരും തലമുറകൾക്കായി ആത്മഹത്യ ചെയ്യും. മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് കൊടും ക്രൂരതയെന്നും സുഹറ ന്യൂസ് 18നോട്. ശശി തരൂരിന് പിന്തുണയുമായി കോൺഗ്രസ് ഗ്രൂപ്പുകളിലെ അസംതൃപ്തർ. നീക്കം തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നെന്ന സൂചനകൾക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളുടെ വിമർശനം അതിരുകടന്നെന്ന അഭിപ്രായം. തരൂരിന്റെ ഓഫീസിലേക്കുള്ള മാർച്ചിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിലും രണ്ടഭിപ്രായം. പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി BJP. സുരേന്ദ്രൻ തുടരട്ടെ എന്ന നിലപാടിൽ പ്രകാശ് ജാവ്ദേക്കറും പ്രഹ്ലാദ് ജോഷിയും. പുതിയ പ്രസിഡന്റ് വന്നാൽ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാകുമെന്ന സുരേന്ദ്രൻ വിരുദ്ധ ചേരി. SFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. K. അനുശ്രീ സംസ്ഥാന സെക്രട്ടറി ആകാൻ സാധ്യത. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ആശമാരുടെ സമരം 12ാം ദിവസം. മഹാസംഗമത്തിന് പിന്നാലെ പിന്തുണയുമായി നിരവധി സംഘടനകൾ. സമരക്കാരുമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തിയേക്കും. സമരത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞു. സഹപ്രവർത്തകരുമായി മാർപ്പാപ്പ സംസാരിച്ചെന്ന വത്തിക്കാൻ.